വിക്സ് എടുത്തിട്ട് ഇഞ്ചിയിൽ തേച്ച് നോക്കിയിട്ടുണ്ടോ? ഇനി ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇത് മാത്രമല്ല, ഇന്ന് വേറെയും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ പപ്പടമൊക്കെ കാച്ചുന്ന സമയത്ത് നമുക്ക് കൈ പൊള്ളുമോ എന്നൊക്കെ പേടിയുണ്ടാവില്ല. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും പപ്പടം കാച്ചാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ നമ്മളൊരു ഫോർക്ക് എടുക്കുക, ഈ പപ്പടം ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മളിതാ ഈ രണ്ടിതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കാനാണ് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പിന്നീട് ഒരിക്കലും ഇത് വീണ് പോവില്ല. കണ്ടോ? എന്നിട്ട് ഇത് നേരെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചാൽ ഇത് വീണ് പോവില്ല. ഇങ്ങനെ എത്ര ചെറിയ കുട്ടികൾക്ക് നമുക്ക് പപ്പടം കാച്ചാൻ പേടിയുള്ളവർക്കൊക്കെ ഇനി ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇനി ഇതാ നമ്മളിങ്ങനെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പപ്പടം കാച്ചാൻ വളരെ കുറവ് എണ്ണ മാത്രം ഉപയോഗിക്കുക. കാരണം ഈ പപ്പടം കാച്ചിയ എണ്ണ നമുക്ക് പിന്നീട് അത് കളയാൻ മാത്രമേ പറ്റുള്ളൂ. അതിങ്ങനെ ഒട്ടും നമ്മളത് പിന്നെയും യൂസ് ചെയ്യുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ ഏറ്റവും കുറവ് എണ്ണ ഉപയോഗിക്കുക. അതൊരു ടിപ്സ് മാതിരിയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ദാ ഈ പപ്പടം ഇങ്ങനെ വെക്കാം. അതിനുശേഷം ഇപ്പുറത്തോട്ട് തിരിച്ചു വെക്കാനും ഇതേപോലെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാനും ഒന്നും നമുക്കൊരു പേടി വരില്ല. അപ്പോൾ ഇതാ പപ്പടം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വൃത്തിയായിട്ട് അതിരിക്കും. എത്ര ചെറിയ കുട്ടികൾക്കും നമുക്ക് പപ്പടം കാച്ചാനും ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതാ ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. ഇനി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പപ്പടം ഇടാനും കാച്ചാനും, പപ്പടം എന്നല്ല പൂരിയോ എന്ത് കാര്യമാണ് നമുക്ക് പേടിയുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ പപ്പടം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ടോങ്ക് എടുക്കുക, ഈ ടോങ്കിൽ തന്നെ പിടിക്കുക. ഈ ടോങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാൻ പേടിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ടോങ്കിൽ പിടിക്കുക, ഇങ്ങനെ അതിലോട്ട് ഇടുക. നമുക്കിങ്ങനെ ഈ ഒരു ടോങ്കിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിതാ ഇതിലോട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. നമ്മൾക്ക് കൈ പൊള്ളുവെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ പേടിയോ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു ടോങ്ക് പിടിച്ചിട്ടാണ് നമ്മൾ കാച്ചുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ഗുണം കൂടിയുണ്ട്. നമുക്കിങ്ങനെ എണ്ണ വാർത്തിട്ട് എത്ര നേരം ഇങ്ങനെ പിടിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല, നമുക്ക് സാധാരണ നമ്മൾ പപ്പടക്കോലിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമ്മൾ കാച്ചുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഈ ഒരു ടോങ്ക് വെച്ചിട്ട് നമ്മൾ കാച്ചുവാണെങ്കിൽ, പൂരിയാണെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ടോങ്ക് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പൂരിക്കും അതെ പെട്ടെന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, എണ്ണ മാറി കിട്ടാൻ നമുക്ക് കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റും. എളുപ്പത്തിൽ വളരെ ഈസിയാണ് ഇതുകൊണ്ട് എടുക്കാനായിട്ട് കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഇഞ്ചിയുടെ ചെറിയൊരു പീസ് എടുക്കാൻ കേട്ടോ. ഈ ഒരു ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഇതിലൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാനിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് നല്ലൊരു സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ആ സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് അതുവരെ നമ്മളിതൊന്ന് ചൂടാക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ചൂടാക്കിയാൽ മാത്രമാണ് അതിൻ്റെ അകമൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു വിക്സ് എടുത്തിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. വിക്സ് എടുത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്തും ആ ചൂടോടെ തന്നെ അത് അങ്ങനെ ആവും. അതിനുശേഷം ഇതെന്താ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തൊണ്ടയിൽ ഈ ഒരു ഇഞ്ചിയുടെ നീരും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ഒരു വിക്സിൻ്റെ ഗുണവും, അങ്ങനെ രണ്ടും കൂടെ നമുക്ക് തൊണ്ടവേദന ഉള്ള സമയത്ത് നമുക്ക് തൊണ്ടയുടെ പുറത്താണേ, അകത്തല്ല കേട്ടോ. ഈ ഒരു ചൂടോട് കൂടി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ, അപ്പോൾ നമ്മൾ തൊണ്ടയിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ വെച്ച് നോക്കൂ, പെട്ടെന്ന് നല്ല മാറ്റം വരും. ഈ ഇഞ്ചി ഇങ്ങനെ ചൂടാകേണ്ട ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയുടെ നീരും അതിൻ്റെ ഗുണവും കിട്ടും, അതേപോലെ ഈ വിക്സിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ ഈ നല്ല തൊണ്ടവേദന ഉള്ള സമയത്ത് തൊണ്ടയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട്, നെഞ്ചിലൊക്കെ കഫം കെട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത് വരില്ലേ. അപ്പോൾ വെക്കാൻ പറ്റുന്ന ഒരു ഇളം ചൂടിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഗുണവും നമുക്ക് കിട്ടും. അപ്പോൾ ആ കഫക്കെട്ടൊക്കെ മാറാനും നമുക്ക് നല്ലൊരു ആശ്വാസവും കിട്ടും കേട്ടോ. അപ്പോൾ തൊണ്ടവേദനയ്ക്കാണെങ്കിലും കഫക്കെട്ടിനാണെങ്കിലും നമ്മൾ ഇതേപോലെ പുറത്തുനിന്ന് നമ്മളൊന്ന് ഇതേപോലെ വെച്ചാൽ മതി. നല്ലൊരു മണമാണ് കേട്ടോ ഇത്. സത്യത്തിൽ നല്ലൊരു മണവും വരുന്നുണ്ട് ഇതിന്. അതേപോലെ ആ ഇഞ്ചിയുടെ നീരിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഗുണവും നമുക്ക് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ലെമൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും അല്ലേ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒട്ടും വേസ്റ്റ് ആവാതെ ഇത് നമുക്ക് നേരെ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. ഇതെങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. അപ്പോൾ നോക്കൂ, ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല ജ്യൂസ് കിട്ടും. അതിനുശേഷം ഇങ്ങനെ രണ്ട് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ
ഇങ്ങനെ നടുവെന്ന് ഇങ്ങനെയും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഒട്ടും വേസ്റ്റ് ആവില്ല. എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എല്ലാം നമുക്ക് പിഴിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ ലെമൺ ഒന്ന് പിഴിഞ്ഞ് നോക്കൂ. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ അതിൻ്റെ ആ ഒരു ലെമൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കിട്ടും. അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ലെമൺ കട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ലെമൺ കട്ട് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് മതിയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കുറച്ചൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് എടുക്കുക. ഇങ്ങനെ നടുവിൽ വേറെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു 2 പീസും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് അടച്ചിട്ട് ഇങ്ങനെ 2 പീസും കൂടെ നമ്മൾ ചേർത്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നാളെയാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് ഒന്നിങ്ങനെ കുത്തുക. നമ്മൾ ഇതേപോലെ ടൂത്ത് പിക്ക് കുത്തിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ. ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതിങ്ങനെ ഡ്രൈ ആവില്ല, നല്ല വൃത്തിയായിട്ട് അത് അവിടെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് 2 സൈഡും കൂടെ കവർ ചെയ്യുന്ന, അതായത് ഈ തൊലിയുടെ ഭാഗം 2 സൈഡും പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നടുവിൻ്റെ പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ ലെമൺ പിഴിഞ്ഞ് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. ബാക്കി നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല. നല്ല രീതിയിൽ അത് ഒന്നും കേടാവാതെ നമുക്ക് ലെമൺ പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ലെമൻ്റെ തൊലി മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ കായയോ അല്ലെങ്കിൽ നമ്മൾ കൂർക്കയോ ഒക്കെ നേരേക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു കറ വരില്ലേ, കറുപ്പ് കളറിൽ, അത് എത്ര തേച്ചാലും പോവില്ല. അപ്പോൾ അത് പെട്ടെന്ന് പോകാനായിട്ട് ഈ ലെമൻ്റെ തൊലിയിൽ നമ്മൾ കുറച്ചൊന്ന് ഉപ്പിടുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ കയ്യിലൊക്കെ ആ കറയുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ചാൽ മതി. നല്ല രീതിയിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ആ കായയുടെ കറയും അതേപോലെ നമ്മൾ ഉരച്ചൊന്നും കഴുകണ്ട. അപ്പോൾ നമ്മൾ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോളൂ, നമുക്ക് ആ ഒരു കായയുടെ കറ നമ്മുടെ കയ്യിൽ നന്നായിട്ടാവില്ലേ നമ്മളത്. അപ്പോൾ അത് പോവാനായിട്ട്, എന്ത് കറയാണെങ്കിലും കയ്യിൽ നിന്ന് പെട്ടെന്ന് പോവാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ലെമൻ്റെ തൊലിയിൽ ഒരു ലേശം ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ലെമൺ എല്ലാം പിഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 ലെമനാണ് എടുത്തിരിക്കുന്നത്. അത് പിഴിയുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബ്രൗൺ ഷുഗർ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. അതിൻ്റെ കൂടെ നമുക്കിതാ ഒരൊറ്റ ഏലക്ക, ഇതൊരു 2-3 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ലെമനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ഏലക്ക ഇട്ടാൽ മതി. ഇതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഉള്ളിലെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അതേപോലെ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് നമ്മളൊന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് സാധാ ഷുഗർ വേണ്ടവർക്ക് അതിടാം, ബ്രൗൺ ഷുഗർ വേണ്ടവർക്ക് അതിടാം, കൽക്കണ്ടം വേണ്ടവർക്ക് അതിടാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് നമ്മളൊന്ന് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. സൂപ്പറാണ്. നമുക്ക് കുടിച്ച് നമുക്ക് മതിയാവില്ല ഇങ്ങനത്തെ ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം, മിക്സിയിലിട്ട് നമ്മളത് അടിക്കുന്ന സമയത്ത് നമ്മൾ ലെമൻ്റെ ആ ഒരു സീഡ് വിടാതെ നോക്കിയാൽ നല്ലതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കശപ്പ് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എന്താണ് ഈ കളറിൽ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ അത് ബ്രൗൺ ഷുഗറിൻ്റെ ഒരു കളറാണ്. അല്ലെങ്കിൽ ശരിക്കും ഇത് നല്ലൊരു വൈറ്റ് കളറിലാണ് കേട്ടോ ഇരിക്കുക, നമ്മൾ സാധാ ഷുഗറാണ് ഇടുന്നതെങ്കിൽ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമുക്ക് എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ കുരു പെടാതെ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റാണ്, നല്ല മണവുമാണ് ഇതിന്. ഭയങ്കര നമുക്ക് കുടിച്ചിട്ട് മതി വരില്ല. ഇങ്ങനെ ഒരു ലെമൺ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.